Hello students, welcome to this channel. Today we are going to discuss the topic about limit comparison test. So in the previous video we have discussed about the comparison test and the informal principle. So you have to know the informal principle in this topic also. So informal principle means constant term in the denominator can be deleted without affecting the convergence or the divergence of the series. Second one is if a polynomial in K appears as a factor in the numerator or denominator, then the leading terms in the polynomial can be discarded without affecting the convergence or the divergence of the series. So these 2 points we have to be included in the next method also. So today's topic is a limit comparison test. So what is limit comparison? So there also we have to consider two series. അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കമ്പാരിസൺ ടെസ്റ്റിൽ എടുത്തതുപോലെ തന്നെ രണ്ട് സീരീസ് ഇവിടെയും എടുക്കണം. സോ വി കൺസിഡർ ടു സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ്, അതായത് നോൺ നെഗറ്റീവ് ടേംസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ കമ്പാരിസൺ ടെസ്റ്റിനും ലിമിറ്റ് കമ്പാരിസണും എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ എടുക്കുന്ന സീരീസിലെ ടേംസ് A1 is less than or equal to B1, A2 is less than or equal to B2, etc. AN is less than or equal to BN, etc. ഈ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഫസ്റ്റ് സീരീസിലെ ഫസ്റ്റ് ടേമും സെക്കൻഡ് സീരീസിലെ ഫസ്റ്റ് ടേം മേ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് എടുക്കുന്നത്. കാരണം ഒരു സീരീസ് ബിഗർ സീരീസും ഒന്ന് സ്മോളർ സീരീസുമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ അത് വേണ്ട. ഇവിടെ രണ്ട് സീരീസ് മാത്രം മതി വിത്ത് നോൺ നെഗറ്റീവ് ടേംസ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ ആരാണ് ബിഗർ ആരാണ് സ്മോളർ എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇവിടെ വേണ്ട. പിന്നെ റോ എന്നൊരു നൊട്ടേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ഡിവൈഡഡ് ബൈ ബി കെ. അതായത് ഫസ്റ്റ് സീരീസിലെ കേത്ത് ടേമും സെക്കൻഡ് സീരീസിലെ കേത്ത് ടേമും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കുക. സോ ഇഫ് റോ ഇസ് ഫൈനൈറ്റ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആൻസർ ഇഫ് റോ ഇസ് ഫൈനൈറ്റ് ആൻഡ് റോ ഇസ് ഗ്രേറ്റർ ദാൻ 0, ദെൻ ദ സീരീസ് ബോത്ത് കൺവേർജസ് ഓർ ബോത്ത് ഡൈവേർജസ്. അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ രണ്ട് സീരീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇഫ് റോ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0, ദെൻ ദ സീരീസ് ബോത്ത് കൺവേർജസ് ഓർ ബോത്ത് ഡൈവേർജസ്, വിച്ച് മീൻസ് ദാറ്റ് ഏതെങ്കിലും ഒരു സീരീസ് സപ്പോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ കെ അല്ലെങ്കിൽ ബി കെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റും. മേ ബി സംടൈംസ് വൺ ഓഫ് ദ സീരീസ് വിൽ ബി എ പി സീരീസ് ഓർ മേ ബി എ ഹാർമോണിക് സീരീസ് ഓർ മേ ബി എ ജോമെട്രിക് സീരീസ്. യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് വെദർ ദ സീരീസ് കൺവേർജസ് ഓർ ഡൈവേർജസ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് ഒരു സീരീസ് കൺവേർജിങ് ഓർ ഡൈവേർജിങ് നമുക്ക് കിട്ടുന്നത്, സപ്പോസ് കൺവേർജ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് റോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോ ഇസ് ഫൈനൈറ്റ് ആൻഡ് റോ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ വി ക്യാൻ സേ ബോത്ത് ദ സീരീസ് കൺവേർജസ്. സപ്പോസ് നമുക്ക് ഇവിടെ കൺവേർജിങ്ങിന് പകരം ഡൈവേർജിങ് ആണ് വരുന്നത്, എന്നാലും നമുക്ക് ഇവിടെ റോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോ ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് റോ ഇസ് ഫൈനൈറ്റ്, ദെൻ വി ക്യാൻ സേ ബോത്ത് ദ സീരീസ് ഡൈവേർജസ്. സോ ദിസ് ഇസ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി നോക്കാം. സോ the first question is use the limit comparison test to determine whether the following series converge or diverge. The question is summation k varies from 1 to infinity 1 by root of k plus 1, which is equal to we can take that this is a series. So we consider, അതായത് ഈ സീരീസ് നമുക്കിവിടെ തന്നിരിക്കുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യൂസ് ലിമിറ്റ് കമ്പാരിസൺ. അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ചോദിച്ചാൽ ആ ടെസ്റ്റ് തന്നെ ഉപയോഗിച്ച് ചെയ്യണം. സോ ഫസ്റ്റ് വൺ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സീരീസ് എ കെ എന്നെടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൽ കോൺസ്റ്റൻസ് വരുന്നുണ്ട്. കോൺസ്റ്റൻസ് വരുന്നത് കാരണം ഇൻഫോർമൽ പ്രിൻസിപ്പൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇൻഫോർമൽ പ്രിൻസിപ്പൾ 1 അനുസരിച്ചിട്ട് കോൺസ്റ്റൻറ്റ് ടേം ക്യാൻ ബി ഡിലീറ്റഡ്. കോൺസ്റ്റൻറ്റ് ടേം ഇൻ ദ ഡിനോമിനേറ്റർ ക്യാൻ ബി ഡിലീറ്റഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ കൺവേർജൻസ് ഓർ ദ ഡൈവേർജൻസ് ഓഫ് ദ സീരീസ്. സോ ഓൺ ഡിലീറ്റിംഗ് ദ കോൺസ്റ്റൻറ്റ് ടേം നമുക്ക് ഒരു പുതിയ സീരീസ് കിട്ടുന്നുണ്ട്. അതായത് സമ്മേഷൻ കെ വേരീസ് ഫ്രം 1 to infinity
infinity 1 by square root of k. That means it is k raised to 1 by 2. 1 by k raised to 1 by 2. അപ്പോൾ നമുക്ക് ഈ സീരീസിനെ പുതിയ ഒരു നൊട്ടേഷൻ ഇടാം. ദാറ്റ് ഈസ് summation k varies from 1 to infinity bk. So ak, bk we have taken here. Now this series is a p series. P series means p value is equal to 1 by 2, which is less than 1, which means this series diverges. If p value is less than or equal to 1 but strictly greater than 0 means the series diverges. Now I have to find out rho value. So for that, kth term ak equal to summation k varies from 1 to infinity 1 by root of k plus 1 is equal to summation k varies from 1 to infinity ak, which means that ak, the kth power term, is equal to 1 by root of k plus 1. Let bk equal to 1 by square root of k. Now let rho equal to limit k tends to infinity ak divided by bk. So for that, first you divide the terms. So limit k tends to infinity, ak value is 1 by root of k plus 1 by root of 1 by root of k. അപ്പോൾ നമുക്ക് take the reciprocal. On taking the reciprocal, limit k tends to infinity, you will get the answer root of k by square root of k plus 1. Now substitute the limit here. On substituting the limit, നമുക്ക് വരുന്നത് infinity by infinity plus 1. That means infinity by infinity form. That means it is an indeterminate form. ഒരിക്കലും indeterminate form വരാൻ പാടില്ല. അതായത് അങ്ങനെ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരുവാണെങ്കിൽ നമുക്കതൊരു ആൻസറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ടേംസ് ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പോൾ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ഇൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. സോ ഡിനോമിനേറ്ററിൽ ഒരു റൂട്ട് ഓഫ് കെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് റൂട്ട് കെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 1 by 1 plus 1 by root of k. ഇപ്പോൾ നമുക്ക് വരുന്ന ആൻസറിൽ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ലിമിറ്റ് ആസ് k tends to infinity, you will get rho equal to 1 by 1 plus 1 by infinity. Already we know that 1 by infinity is equal to 0. That means it is equal to 1 by 1 plus 0, which is equal to 1, which is greater than 0. Hence this value is finite and positive. Rho value is finite and positive. അപ്പോൾ by using limit comparison test നമ്മൾ ആൾറെഡി പറഞ്ഞിരിക്കുന്നത് നമ്മളെടുത്ത വേറൊരു സീരീസ്, അതായത് ബി കെ എന്ന സീരീസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഡൈവേർജസ്. വൺ ഓഫ് ദ series that is from this series we have taken here. തന്ന ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരു സീരീസ് എടുത്തപ്പോൾ അത് ഡൈവേർജസ്, വിച്ച് മീൻസ് ദാറ്റ് ബോത്ത് ദ സീരീസ് ഡൈവേർജസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നിരിക്കുന്ന സീരീസ്, അതായത് summation k varies from 1 to infinity 1 by root of k plus 1 diverges. The series also diverges. So now this is the first question. Now comes the second question. So ഇതേ പ്രോബ്ലം നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചും ചെയ്യാം, ലിമിറ്റ് കമ്പാരിസൺ വെച്ചും ചെയ്യാം. ബട്ട് ക്വസ്റ്റ്യൻ ഇസ് യൂസ് ലിമിറ്റ് കമ്പാരിസൺ. സോ യു ഹാവ് ടു അപ്ലൈ ദാറ്റ് മെത്തേഡ്. Now the next one is summation k varies from 1 to infinity 1 by 2k square plus k. So this is a polynomial. അപ്പോൾ ഈ സീരീസിന് നൊട്ടേഷൻ കൊടുക്കുക. സമ്മേഷൻ k varies from 1 to infinity ak. By informal principle 2, polynomial ആണെങ്കിൽ leading terms in the polynomial can be discarded. Leading terms നമുക്കിവിടെ വരുന്നത്, which is the leading term 2k square, can be removed from this section, from the series. You can remove that leading term so that the convergence or the divergence of the series is not affected, which means that summation k varies from 1 to infinity 1 by 2k square. ന്യൂമറേറ്ററിൽ പോളിനോമിയൽ ഇല്ല, ഡിനോമിനേറ്ററിൽ മാത്രമേ വരുന്നുള്ളൂ. So that we take this new series to be bk. Now ഇപ്പം നമ്മൾ ഈ ബി കെ എന്നുള്ള സീരീസിന് ഒരു ചെറിയ കാൽക്കുലേഷൻ കൂടിയുണ്ട്. അതായത് സമ്മേഷൻ k varies from 1 to infinity 1 by 2k square is equal to
1 by 2 into summation k varies from 1 to infinity 1 by k square, which means that it is a p series. If it is a p series, then p value is equal to 2, which is greater than 1. If p value is greater than 1, this series converges. So you have to know that. Now here we have to say that the series ഈ സീരീസ് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇത് കൺവേർജസ്. ഇനി നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. ബൈ യൂസിങ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ഡിവൈഡഡ് ബൈ ബി കെ. That means അപ്പോൾ നമ്മുടെ സീരീസ് എന്താണ്, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by 2 k square plus k ഡിവൈഡഡ് ബൈ 1 by 2 k square. ടേക്ക് ദ റെസിപ്രോക്കൽ. അപ്പോൾ എന്താ വരും, 2 k square ന്യൂമറേറ്ററിൽ വരും, ബൈ 2 k square plus k വരും. അപ്പോൾ ഇത് നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ് വരുന്നത്, കാരണം ഇറ്റ് ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുവാണെങ്കിൽ ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഉണ്ടോ എന്ന് നോക്കുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു കെ സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു കെ സ്ക്വയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്, അപ്പോൾ കെ സ്ക്വയറും ക്യാൻസൽ ആവും. സോ 2 + 1 by k എന്ന് വരും. അതിനുശേഷം ഇതിലോട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 by 2 plus 1 by infinity. 1 by infinity is equal to 0. So on substituting, you will get 2 by 2 equal to 1, which is greater than 0, is finite, and also it is positive. Now, so therefore നമുക്ക് റോ വാല്യൂ പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത ഒരു സീരീസ് എടുത്തത് കൺവേർജസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ബോത്ത് ദ സീരീസ് കൺവേർജസ്. ദാറ്റ് മീൻസ് ബൈ യൂസിങ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, ദിസ് ഗിവൺ സീരീസ് ഓൾസോ കൺവേർജസ്. ദാറ്റ് ഈസ് summation k varies from 1 to infinity 1 by 2 k square plus k also converges. This is the condition. Now, so both the series converges. Now next one, നേരത്തെ ഉള്ളതിൽ ന്യൂമറേറ്ററിൽ പോളിനോമിയൽ ഇല്ലായിരുന്നു. ഇനി അടുത്ത പ്രോബ്ലത്തിൽ ന്യൂമറേറ്ററിലും പോളിനോമിയൽ വരുന്നുണ്ട്, ഡിനോമിനേറ്ററിലും വരുന്നുണ്ട്. സോ ഇൻഫോർമൽ പ്രിൻസിപ്പൽ 2 അനുസരിച്ചിട്ട് ലീഡിംഗ് ടേംസ് ഇൻ ദ പോളിനോമിയൽ ക്യാൻ ബി ഡിസ്കാർഡഡ് ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ക്യാൻ ബി ഡിസ്കാർഡഡ്. ദാറ്റ് മീൻസ് ഈ ന്യൂമറേറ്ററിലെ ലീഡിംഗ് ടേം ഏതാണ്, 3k³. ഡിനോമിനേറ്ററിലെ ലീഡിംഗ് ടേം k⁻⁷. സോ ദാറ്റ് ക്യാൻ ബി റിമൂവ്ഡ്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ലിമിറ്റ് സമ്മേഷൻ k varies from 1 to infinity 3k³ by k⁻⁷. So that is equal to 3 is a constant, you can take outside. Therefore k⁻⁵ k⁻⁷ cancel ആകുമ്പോൾ denominator 1 by k⁻⁴ ആവുന്നുണ്ട്. So this can be rewritten as this is equal to summation k varies from 1 to infinity. You can take 3 outside, so 1 by k⁻⁴. So take this, ഇതിൻ്റെ നൊട്ടേഷൻ നമ്മൾ ഇതിനെ ഒരു പുതിയ നൊട്ടേഷൻ ഇട്ട് കൊടുക്കുക, bk. This is ak and this is bk. So now you have to see whether the series ഈ സീരീസ് കൺവേർജ് ചെയ്യുമോ ഡൈവേർജ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. So for that, so 1 by k⁻⁴. So 3 into summation k varies from 1 to infinity 1 by k⁻⁴, which means that which is a p series with p value is equal to 4, which is greater than 1, which means that the given series converges. Now by using limit comparison test, rho equal to limit k tends to infinity ak divided by bk. So ak എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലെ സീരീസ് ആണ്. ak അപ്പോൾ ak എന്ന് പറയുന്നത് എന്താണ് എടുക്കേണ്ടത്? Let us assume that let ak is equal to 3k³ minus 2k² plus 4 divided by k⁻⁷ minus k⁻³ plus 2, and bk is equal to 3 by k⁻⁴. Take this, assuming that ak bk assume ചെയ്തതിന് ശേഷം ഇവിടെ ഡിവൈഡ് ചെയ്യുക. നൗ ടേക്ക് ദ റെസിപ്രോക്കൽ. അപ്പോൾ ഈ സീരീസ് 3 by k⁻⁴ എന്നുള്ളത് എങ്ങനെ വരും? ഇൻറ്റു k⁻⁴/3. നൗ ന്യൂമറേറ്ററിൽ ഒരു k⁻³ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, കാരണം ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ഇൻഫിനിറ്റി +4/3
ഇൻഫിനിറ്റി പ്ലസ് 2 ആയിരിക്കും വരുന്നത്. ഇൻഫിനിറ്റി പ്ലസ് 4, ഇൻഫിനിറ്റി പ്ലസ് 2, ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വിച്ച് ഇസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. അത് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നാൽ ഏതെങ്കിലും ടേംസ് പവേഴ്സ് എടുത്ത് ക്യാൻസൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സീരീസിൽ k⁻3 പുറത്തെടുക്കുക. ആൾറെഡി ഒരു k⁻4 പുറത്തുണ്ട്. സോ k⁻3 ഇൻറ്റു k⁻4 വിച്ച് ഇസ് ഈക്വൽ ടു k⁻7. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് k⁻7. k⁻3 ആണ് ആക്ച്വലി നമ്മൾ പുറത്തെടുക്കുന്നത്. k⁻3 പുറത്തെടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? 3 -2 into k square divided by k cube plus 4 by k cube. So here k square cancel out. So you will get 3 minus 2 by k cube, 2 by k plus 4 by k cube. Now divided by, ഇവിടെ k⁻7 പുറത്തെടുക്കുക. അപ്പോൾ 1 മൈനസ് k⁻3 ഡിവൈഡഡ് ബൈ k⁻7. അപ്പോൾ k⁻3 k⁻7 ക്യാൻസൽ ആകുമ്പോൾ k⁻4 പ്ലസ് 2 ബൈ k⁻7. നൗ k⁻7 ക്യാൻസൽ ചെയ്യുക. ഡിനോമിനേറ്ററിൽ ഒരു 3 കോമൺ ആയിട്ടുണ്ട്, മറക്കരുത്. പ്ലസ് ദാറ്റ് ഇസ് ഈക്വൽ ടു, നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ലിമിറ്റ്, 3 minus 2 by infinity plus 4 by infinity divided by 1 minus 1 by infinity plus 2 by infinity. So in ഈ term 0, ഇത് 0, ഇത് 0, ഇതും 0. അപ്പോൾ ബാക്കി ഒരേ ഒരു ടേം മാത്രമേ വരുന്നുള്ളൂ. 3/3 that is equal to 1 which is greater than 0. We can say therefore rho is equal to 1. We are getting rho equal to 1 which is greater than 0. Hence we say the series is finite and positive. So therefore the given series also converges. So these are the 3 problems we have discussed in this section. So hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.